നേമത്ത് മുന്നിൽ നിൽക്കുന്നത് എങ്കിൽ കഴക്കൂട്ടത്ത് കേവലം 8 വോട്ടുകൾക്കാണ് ഇപ്പോൾ വി മുരളീധരൻ കേന്ദ്രമന്ത്രി മുന്നിൽ നിൽക്കുന്നത്. അവിടെ കരമന ജയനാണ് NDA സ്ഥാനാർത്ഥി രണ്ടാമത്. അവിടെ 708 വോട്ടിന് ഇപ്പോ സി പി ജോൺ ലീഡ് കുറഞ്ഞു, 3000 വരെ പോയതാണ്. 4686 നേമത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം 4686. കഴക്കൂട്ടത്ത് വി മുരളീധരൻ 8 വോട്ടുകൾക്ക് മുന്നിൽ. തിരുവനന്തപുരത്ത് ലീഡ് കുറയുന്നു. UDF-ന്റെ ചാത്തന്നൂരിൽ കടുത്ത മത്സരം. പാലക്കാട് ലീഡ് നില മാറി മറിയുന്നു. അങ്ങനെ NDA അവിടെയും ശക്തമായ ത്രികോണ പോരാട്ടമാണ്. ശക്തമാണ്. ഈ തിരുവനന്തപുരത്തെ മധ്യ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും നേരിയ വോട്ടുകൾ മാത്രമാണ് വ്യത്യാസം ഇപ്പോൾ ഉള്ളത്. അവിടെ ഏത് സ്ഥലത്ത് എങ്ങനെയും മാറി മറിയാം. ഇനി റൗണ്ടുകൾ 4-5 റൗണ്ടുകൾ കുറച്ച് ഡീറ്റെയിൽസ് കൂടി. 20,678 വോട്ടാണ് CP ജോണിനുള്ളത്. 2,476 വോട്ടിന്റെ ലീഡ് ഉണ്ട് എന്ന് ഇപ്പോൾ പറയുന്നു. ഏറ്റവും ഒടുവിലത്തെ വിവരം. അപ്പോൾ ആ സാഹചര്യം മാറിയിരിക്കുന്നു. രണ്ടാം സ്ഥാനത്ത് BJP സ്ഥാനാർത്ഥിയാണ് കരമന ജയൻ, 18,202 വോട്ട്. സുധീർ കരമന നിരാശപ്പെടുത്തുന്ന പ്രകടനം, 16,058 വോട്ടോടുകൂടി മൂന്നാം സ്ഥാനത്താണ്. എന്തായാലും ആ കണക്ക് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ രഞ്ജിത്ത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ആന്റണി രാജു വിജയിച്ചു കയറിയതാണ്. പിന്നീട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കേസിൽപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് അങ്ങനെ ചുമതല നഷ്ടപ്പെടുന്ന, കുറ്റക്കാരനെന്ന് കണ്ടെത്തി MLA സ്ഥാനം നഷ്ടപ്പെടുന്ന ആന്റണി രാജു അവിടെ ഇതാ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ CMB-യുടെ CP ജോൺ ഒന്നാമത് എത്തി നിൽക്കുന്നു. രണ്ടാം സ്ഥാനത്തേക്ക് BJP കയറി വരുന്നു. മൂന്നാം സ്ഥാനത്തേക്ക് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി തള്ളപ്പെടുന്നു എന്നതാണ് ഇപ്പോഴത്തെ തിരുവനന്തപുരത്തിന്റെ ചിത്രം. LDF ഉറപ്പിക്കുന്നു എന്ന് വേണം പറയാൻ. പ്രേംകുമാറിന്റെ ലീഡ് 27,122 കുതിച്ചുയർന്നിരിക്കുന്നു. രണ്ടാം സ്ഥാനത്തും ഒപ്പം PK ശശി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. അവിടെ പ്രേംകുമാർ വിജയം ഉറപ്പിച്ചു. പ്രേംകുമാറിന്റെ പ്രചരണം പോലും വ്യത്യസ്തമായിരുന്നു. ഹാരങ്ങൾ മേടിക്കാതെ നോട്ട്ബുക്കും പേനയുമായിരുന്നു തരണമെന്ന് പറഞ്ഞിരുന്നത്. അത് വിദ്യാർത്ഥികൾക്കായി താൻ കൊടുക്കുമെന്ന് പറഞ്ഞു. വളരെ വ്യത്യസ്തമായ CPM-ൽ ജയിച്ച് വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകുന്ന ഒരു മണ്ഡലമായി ഇതുവരെയുള്ള UDF-ന്റെ സ്ട്രാറ്റജികളിൽ പൊളിഞ്ഞു പോയി എന്ന് തോന്നുന്നത് ഒറ്റപ്പാലത്ത് PK ശശിയെ പിന്തുണച്ചതാണ്. കാരണം ഒരുപക്ഷെ ഇത്രമേൽ വലിയ ആരോപണം CPM-നകത്ത് നിലനിൽക്കുമ്പോൾ തന്നെ ലൈംഗിക അതിക്രമ ആരോപണം നേരിട്ട ഒരാളായിരുന്നു PK ശശി. PK ശശിയെ പോലെ ഒരാളെ ചുമക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ഉയർന്നു വന്നതാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടക്കം കൃത്യമായ നിലപാട് സ്വീകരിച്ച പാർട്ടി പിന്നെ എന്തിന് പിന്തുണയ്ക്കണം എന്ന ചോദ്യം ചോദിച്ചു. പക്ഷേ അവിടെ ഇതാ PK ശശി പിന്നിലാകുമ്പോൾ ആ തീരുമാനം കോൺഗ്രസിന് പിഴച്ചു. അതിനപ്പുറത്ത് അമ്പലപ്പുഴയിൽ സുധാകരനെ പിന്തുണച്ചത് ഉൾപ്പെടെ കണ്ണൂരിലെ വിമതരെ ഉൾപ്പെടെ പിന്തുണച്ച തീരുമാനങ്ങൾ ശരിയായിരുന്നു എന്ന നിലയിലേക്ക് ഇപ്പോൾ വോട്ട് വിഹിതം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും അടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനിടയിലാണ് ഒറ്റപ്പാലത്ത് PK ശശി പിന്നോട്ട് പോകുന്നു എന്ന് മാത്രവുമല്ല മൂന്നാം സ്ഥാനത്തേക്ക് PK ശശി ഒരു ഘട്ടത്തിൽ പിന്തള്ളപ്പെടുന്നു എന്നത്. പൊതുവിൽ കേരളത്തിന്റെ ചിത്രം പരിശോധിച്ചാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകൾ, അവിടെ തിരുവനന്തപുരത്ത് ഒരു പരിധിവരെയെങ്കിലും മത്സരം കാഴ്ചവെക്കാൻ LDF-ന് സാധിക്കുന്നുണ്ട്. കൊല്ലത്ത് സാഹചര്യം UDF-ന് അനുകൂലമാകുന്നു, പത്തനംതിട്ടയിൽ അനുകൂലമാകുന്നു, ആലപ്പുഴയിൽ അനുകൂലമാകുന്നു, എറണാകുളം ഏതാണ്ട് തൂത്തുവാരുന്നു, ഇടുക്കിയിലും അത് തന്നെയാണ്. കേരള കോൺഗ്രസ് അമ്പേ പരാജയപ്പെടുന്നു എന്നതാണ് രാഷ്ട്രീയ സാഹചര്യം. പിന്നീട് ഇങ്ങോട്ട് വന്നാൽ തൃശ്ശൂരും മറികടന്ന് പാലക്കാട് എത്തുമ്പോൾ മാത്രമാണ് ഇടതുപക്ഷത്തിന് ആശ്വാസകരമാകുന്ന ചില പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. ഗണേഷ് കുമാറിനെതിരെ ജ്യോതികുമാർ ചാമക്കാലയുടെ ഭൂരിപക്ഷം 4500 കടന്നു. ജ്യോതികുമാർ ചാമക്കാലയുടെ ഭൂരിപക്ഷം കാൽ നൂറ്റാണ്ട് 25 വർഷം MLA ആയിരുന്ന KB ഗണേഷ് കുമാർ പരാജയപ്പെടാൻ പോകുന്നു. 15,000 കടന്നിരിക്കുന്നു. ഉടുമ്പൻചോലയിൽ സേനാപതി വേണുവിന് 15,000-ലധികമായി ഇപ്പോൾ ലീഡ് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് രഞ്ജിത്ത്. തീർച്ചയായും 14,392 ബിന്ദു കൃഷ്ണ ഭൂരിപക്ഷം കൊല്ലത്ത് നേടുന്നു. ലീഡ് നേടുന്നു. 14,392 ബിന്ദു കൃഷ്ണയുടെ ലീഡ്. കൊല്ലത്ത് മിക്ക മണ്ഡലങ്ങളിലും സേനാപതി വേണുവിന്റെ 15,450-ലേക്ക് ലീഡ് കടക്കുകയാണ്. ജ്യോതികുമാർ ചാമക്കാല 4,017-ലേക്ക് തന്റെ ലീഡ് ഉയർത്തുന്നു. പുതുക്കാട്ട് KK രാമേന്ദ്രന്റെ ഭൂരിപക്ഷം കുറയുന്നു, 797-ലേക്ക് കുറയുന്നു. പുതുക്കാടൊക്കെ വളരെ ശക്തമായ ഇടതുപക്ഷ കോട്ടയാണെന്നും കൂടി നമ്മൾ ഓർക്കണം. നെന്മാറയിൽ K പ്രേമന്റെ ഭൂരിപക്ഷം 3,376 ലീഡ് കുറയുന്നു. കഴക്കൂട്ടത്ത് വി മുരളീധരൻ 8 വോട്ടുകൾക്ക് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് 4,686 നിൽക്കുന്നു. നമുക്കിനി ഇപ്പോൾ തമിഴ്നാട്ടിലേക്കും ബംഗാളിലേക്കും ഒന്ന് പോകണം. അല്ല, ഇവിടെ കല്യാശ്ശേരിയിൽ വിജയം ഉറപ്പിച്ചു എന്ന് പറയുന്നു. തമിഴ്നാട്ടിലേക്കും ബംഗാളിലേക്കും ഒന്ന് പോകണം. അപ്പോൾ 15,545 വോട്ടിന് വിജയം ഉറപ്പിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിൽ പശ്ചിമ ബംഗാളിൽ
അതെ നമുക്ക് തമിഴ്നാട്ടില് 109 വിജയിയുടെ TVK കുതിച്ചെത്തുകയാണ്. 57 സീറ്റുകൾ മാത്രം ലീഡ് ചെയ്ത് അമ്പയെ തകർന്നു പോയിരിക്കുന്നു DMK. എല്ലാ സർവേകളും DMK അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോ 2 സർവേകൾ മാത്രമാണ് TVKക്ക് മേധാവിത്വം പ്രഖ്യാപിച്ചത്. അത് ഇപ്പോൾ സത്യമായിരിക്കുന്നു. ആ 9 സർവേകളിൽ 7 സർവേകളും DMK അതിശക്തമായി അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞപ്പോ അത് പൂർണ്ണമായും തെറ്റിയിരിക്കുന്നു. എന്താണ് വിജയ് ഫാക്ടർ എന്നുള്ളത് തമിഴ് ജനത കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഒരു തരത്തിലുള്ള പാർട്ടി സംവിധാനവും ഇല്ലാതെ, ആരും കൂടെ ഇല്ലാതെ, പ്രവർത്തന പരിചയമുള്ള നേതാവില്ലാതെ വിജയ് ഒറ്റയ്ക്ക് നയിച്ച പോരാട്ടം തമിഴ്നാട്ടിൽ മറ്റൊരു MGRനെ സൃഷ്ടിക്കുകയാണ്. പക്ഷേ അതെ, ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. മറ്റൊരു MGR തമിഴ്നാട്ടിൽ ഉദയം ചെയ്യുന്നു. വിജയ് എന്ന നേതാവിന്റെ ചുമലിലേറി TVK ഭരണത്തിലേക്ക് വരുന്നു. പക്ഷേ അവർക്ക് കേവല ഭൂരിപക്ഷമായിട്ടില്ല. ഒരുപക്ഷെ AIDMKയുടെയോ BJPയുടെയോ പിന്തുണ അവർക്ക് ആവശ്യം വന്നേക്കാം. പശ്ചിമ ബംഗാളിൽ BJP തൂത്തുവാരുന്നു. BJPക്ക് കേവല ഭൂരിപക്ഷം കഴിഞ്ഞു. 3 വർഷമായി 3 ടേമായി നടന്ന മമതാ ഭരണം പൂർണ്ണമായും ഇല്ലാതാകുന്ന പശ്ചാത്തലം പശ്ചിമ ബംഗാളിൽ സംഭവിക്കും. അസമിലും പുതുച്ചേരിയിലും NDA സഖ്യം തുടർഭരണം. അങ്ങനെ 4 സ്റ്റേറ്റുകളിൽ, ഭരിച്ച സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഭരണവിരുദ്ധ 4 സ്റ്റേറ്റുകളിൽ പ്രധാനപ്പെട്ട കാര്യം. ബംഗാളിലെ അടക്കം ഈ വലിയ വിജയങ്ങൾക്ക് ജനങ്ങൾക്ക് നന്ദി പറയാൻ അഭിലാഷ്. LDFന്റെ വോട്ട് വിഹിതം 28% കുറഞ്ഞിരിക്കുന്നു എന്നാണ് CNN ന്യൂസ് 8 ഇപ്പോൾ കാണിക്കുന്ന കാർഡ്. 28% വോട്ട് വിഹിതം കുറഞ്ഞിരിക്കുന്നു എന്നാണെങ്കിൽ അടിസ്ഥാന വോട്ടുകൾ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു സാഹചര്യമാണ്. പണ്ടൂരിൽ AP അനിൽകുമാർ 18,056 വോട്ടുകൾക്ക് മുന്നിൽ, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ 3,805 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ഒപ്പം ചാണ്ടിയൂമിന്റെ ഭൂരിപക്ഷം 40,000 കടന്നു. 40,100ലേക്ക് ചാണ്ടിയൂമൻ എത്തുന്നു. അങ്ങനെ ചാണ്ടിയൂമൻ ഐതിഹാസിക വിജയം നേടുന്നു. എഴുത്തള്ളാൻ പറ്റുന്ന നേതാവായി ചാണ്ടിയൂമൻ മാറുന്നു. ഒരുപക്ഷെ UDF മന്ത്രിസഭയിലേക്ക് പോലും പരിഗണിക്കത്തക്ക വിധത്തിലുള്ള ഭൂരിപക്ഷത്തിലേക്ക് ചാണ്ടിയൂമൻ മാറുകയാണ്. 40,100 വോട്ടുകൾക്കാണ് പുതുപ്പള്ളിക്കാർ ചാണ്ടിയൂമനെ വരവേറ്റിരിക്കുന്നത്. 7 റൗണ്ട് പൂർത്തിയാകുമ്പോൾ BJP വീണ്ടും മുന്നിലേക്ക് എത്തുന്നു. ചാത്തന്നൂരിൽ BJP മുന്നിൽ, ചാത്തന്നൂരിൽ BJP മുന്നിൽ 663 വോട്ടുകൾക്ക് BJP മുന്നിൽ. ചാത്തന്നൂരിൽ 663 വോട്ടുകൾക്ക് BJP മുന്നിൽ. ചാത്തന്നൂരിൽ 663 വോട്ടുകൾക്ക് BJP മുന്നിൽ. ലീഡ് വർദ്ധിപ്പിക്കുന്നുണ്ട്. 1625. പിണറായി വിജയന്റെ ലീഡ് 3659ആയി. പിണറായി വിജയൻ ലീഡ് 3659ആയി. വർക്കലയിൽ ജോയിയുടെ ലീഡൊക്കെ വളരെ കുറവാണ്, 1649. അതാണ് അബ്ദുൾ റഷീദ് പറഞ്ഞത്. എന്നെ പോസ്റ്റർ ഒട്ടിക്കാൻ അനുവദിക്കാത്ത, എനിക്ക് പ്രചരണത്തിന് പോകാൻ അനുവദിക്കാത്ത ഇടങ്ങളിലാണ് ഇനി വോട്ട് എണ്ണാനുള്ളത്. അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളാണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് അബ്ദുൾ റഷീദ് നേരത്തെ തന്നെ സൂചിപ്പിച്ചു. ഇനി എന്തായാലും ലീഡ് ഉയരും, ജയവും ഉണ്ടാകും. തീർച്ചയായും വലിയ തോതിൽ വൈക്കത്ത് എന്തോ അത്ഭുതമുണ്ടല്ലോ. തൃശ്ശൂരിൽ UDFന്റെ രാജൻ പല്ലൻ വിജയം ഉറപ്പിച്ചു. 13 റൗണ്ട് അവിടെ എണ്ണിക്കഴിയുന്നു. അപ്പോൾ രാജൻ പല്ലൻ വിജയം ഉറപ്പിച്ചു. നേരത്തെ തന്നെ രാജൻ പല്ലൻ പ്രതികരിച്ചിരുന്നു. അതെ, വൈക്കത്ത് അത്ഭുതം സംഭവിക്കുന്നു. വൈക്കത്ത് UDF മുന്നിൽ വരുന്നു. എത്ര വോട്ടിനാണ് വൈക്കത്ത്? 385 വോട്ടിന് വൈക്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇടതിന്റെ കോട്ടയാണ്. ഇതുവരെ തോൽക്കാത്ത മണ്ഡലം കൂടിയാണ് വൈക്കം. ഇവിടെയാണ് UDF മുന്നിൽ വരുന്നത്. വൈക്കത്ത് കെ ബിനിമോൻ അല്ലേ സ്ഥാനാർത്ഥി. കെ ബിനിമോന് 387 വോട്ടിന്റെ ലീഡ്. കെ ബിനിമോന് 387 വോട്ടിന്റെ ലീഡ് വൈക്കത്ത്. വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് സംഭവിക്കുന്നത്. വൈക്കത്ത് 387 വോട്ടിന് കെ ബിനിമോൻ ലീഡ് ചെയ്യുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി പ്രേക്ഷകർക്കായി നൽകാനുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റമാണ്. കെ അജിത്ത് പഴയ MLA അവിടെ BJP സ്ഥാനാർത്ഥിയായിരുന്നു. ഏതാണ്ട് 17,115 വോട്ട് ഇതിനകം പിടിച്ചിട്ടുണ്ട്. അജിത്ത് 17,115 വോട്ട് പിടിച്ച് അവിടുത്തെ LDFന്റെ പരാജയത്തിന് മുഖ്യ കാരണക്കാരനായി അജിത്ത് മാറി എന്നുള്ളത് നിർണായകമായ ഒരു കാര്യമാണ്. വോട്ടായിട്ടാണ് ലീഡ് ഉയർത്തിയിരിക്കുന്നത്. പ്രശാന്ത് ചെറിയ ലീഡ് തുടരുന്നുണ്ട്. നാട്ടികയിൽ ഗീതാ ഗോപിയുടെ ലീഡ് 8,000. ടി സിദ്ദിഖ് കൽപ്പറ്റയിൽ 34,224 വോട്ടുകൾക്ക് മുന്നിലാണ്. ടി സിദ്ദിഖ് കൽപ്പറ്റയിൽ 34,334 വോട്ടുകൾക്ക് ടി സിദ്ദിഖ് മുന്നിലാണ്. വടകരയിൽ KK രമയുടെ ഭൂരിപക്ഷം 13,771ആയി. വട്ടിയൂർക്കാവിൽ പ്രശാന്ത് 34 വോട്ടുകൾക്ക് മാത്രം ലീഡ് ചെയ്യുന്നു. വട്ടിയൂർക്കാവിൽ അതിശക്തമായ ത്രികോണ മത്സരം. ശ്രദ്ധിക്കേണ്ട മണ്ഡലങ്ങൾ ഇതൊക്കെയാണ്. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ചാത്തന്നൂർ, പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്ന വിവരം. അവിടെ ഈ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള
ത്രികോണ മത്സരമുണ്ട്. അതിന്റെ ഫലമായാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലീഡ് നില ഓരോ റൗണ്ടുകളിലും ഓരോ മിനിറ്റിലും മാറി മാറി വരികയാണ്. ഇതുവരെ 2 വിജയമാണ് ഉറപ്പിച്ചിരിക്കുന്നത്. കല്യാശ്ശേരിയിൽ LDF സ്ഥാനാർത്ഥി എം വിജിന്റെ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. തൃശ്ശൂരിൽ, അത് ത്രികോണ മത്സരം നടന്ന തൃശ്ശൂരാണ്, അവിടെ രാജൻ പല്ലൻ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. ഏതാണ്ട് 13 റൗണ്ട് എണ്ണി തീരുമ്പോൾ തന്നെ രാജൻ പല്ലൻ വിജയം ഉറപ്പിക്കുകയാണ്. ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ് ലീഡ് തുടരുകയാണ്. മന്ത്രി VN വാസവന്റെ തോൽവി ഏതാണ്ട് ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഏറ്റുമാനൂരിൽ ഉള്ളത്. നാട്ടകം സുരേഷ് ആദ്യ റൗണ്ടുകൾ മുതൽ തന്നെ ലീഡ് ഉറപ്പാക്കിയിരുന്നു. ഇപ്പോൾ 13 റൗണ്ട് ഉള്ളതിൽ 9 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 17,000 രാജൻ പല്ലൻ ജയിച്ചു. രാജൻ പല്ലൻ തൃശ്ശൂർ ജയിച്ചു. രാജൻ പല്ലൻ തൃശ്ശൂർ ജയിച്ചു. വളരെ പ്രധാനപ്പെട്ട ആദ്യ റിസൾട്ട്, ഒരുപക്ഷെ ആദ്യ റിസൾട്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.